അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു CEA Regulation 29, all electrical installation works including additions, alteration, repairs and adjustments to the existing installation shall be carried out by അതായത് മറ്റേ റെഗുലേഷൻ 29 CEA എന്താണെന്നൊക്കെ പറയാം. എല്ലാ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനും പണികളും അതിൽ കൂട്ടിച്ചേർക്കലും എന്തെങ്കിലും വ്യത്യാസം വരുത്തി റിപ്പയറും പിന്നെ നിലവിലുള്ള എല്ലാത്തിൻ്റെ മാറ്റം വരുത്താനൊക്കെ ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആരാന്നുള്ളതാണ്. ലൈസൻസ് കോൺട്രാക്ടർ, ലൈസൻസ് ഇലക്ട്രിക്കൽ വയർമാൻ ഉണ്ട്, പിന്നെ സപ്ലയർ ജീവനക്കാർ, അതായത് KCBയുടെ TCEയുടെ ഒക്കെ സ്റ്റാഫ്, പിന്നെ ഇൻസ്റ്റലേഷൻ ചെയ്ത് അതായത് ആ വർക്കിൻ്റെ ഓണറിൻ്റെ ആരെങ്കിലും ആണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ സെൻട്രൽ ഇലക്ട്രിക്കൽ അതോറിറ്റി CEA എന്താണെന്ന് നോക്കാം. അത് മറ്റേ മിനിസ്ട്രി ഓഫ് പവർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ളൊരു ഓർഗനൈസേഷനാണ്. 1951 എസ്റ്റാബ്ലിഷ് ചെയ്തത്. മെയിനായിട്ട് അവരുടെ കുറച്ച് ഫങ്ഷൻസ് പറഞ്ഞാൽ, ഒന്ന് പവർ സിസ്റ്റത്തിൻ്റെ പ്ലാനിങ്, നമ്മുടെ എങ്ങനെ കറണ്ട് കൊണ്ടുപോകണം, അങ്ങനത്തെ പവറിൻ്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണം ഇവന്മാരാണ്. പവർ ജനറേറ്റ് ചെയ്യുക, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം ഇവരുടെ ഒരു മേൽനോട്ടത്തിലായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. ഗ്രിഡിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ സ്റ്റെബിലിറ്റി, സെക്യൂരിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഇലക്ട്രിക്കൽ സേഫ്റ്റിയുടെ പാർട്ട്, ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം, പിന്നെ ലൈസൻസും ക്ലിയറൻസും, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു മേൽനോട്ടം ഇവരുടെ ഉണ്ടാവും. പിന്നെ ഇതെല്ലാം നടപ്പാക്കാൻ, കൃത്യമായിട്ട് കാര്യങ്ങൾ നടപ്പാക്കാൻ ഇവരുടെ ഒരു അണ്ടർ എൻഷ്യൂർ റിലയബിൾ ആൻഡ് എഫിഷ്യൻറ്റ് പവർ സപ്ലൈ, കൃത്യമായിട്ട് പവർ സപ്ലൈ പ്രശ്നമൊന്നുമില്ലാണ്ട് നടക്കുക. പിന്നെ പവറിൻ്റെ സെക്ടറിലുള്ള ഡെവലപ്മെൻറ്റും, പിന്നെ എനർജി സെക്യൂരിറ്റി, അതായത് നമുക്ക് എല്ലാ ഉപഭോക്താക്കൾക്കും കറണ്ട് എത്തിക്കുക അല്ലെങ്കിൽ പവർ എത്തിക്കുക, കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ള കാര്യങ്ങൾ, കസ്റ്റമറിൻ്റെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, കോമ്പറ്റീഷൻ എഫിഷ്യൻസിയും എല്ലാം നിലനിർത്തുക എന്നുള്ളൊരു കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അത് ഗവൺമെൻറ്റിന് ഈ പവർ പോളിസിയും പ്ലാനിങ്ങിനും ഇതൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനും, പിന്നെ പവർ സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റും, പിന്നെ ബാക്കി നമുക്ക് നാഷണലും പല പല സ്റ്റേറ്റുകൾക്കൊക്കെ ആയിട്ടുള്ള എല്ലാ കൃത്യമായിട്ട് അവരായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവരുടെ മേൽനോട്ടത്തിലേക്കും. അപ്പോൾ അതൊക്കെയാണ് ഇവരുടെ റോള്. നമുക്കിനി ഇത് ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ ഇവരുടെ റെഗുലേഷൻ 29 പ്രകാരം ശരിക്കും പറഞ്ഞാൽ ലൈസൻസ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ, ലൈസൻസ് വയർമാൻ രണ്ടും ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. പക്ഷേ കൂടുതൽ ശരിയായിട്ടുള്ളൊരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഇതിൽ ഇലക്ട്രിക് കോൺട്രാക്ടറാണ്. കോൺട്രാക്ടറിൻ്റെ അണ്ടറിലായിരിക്കുമല്ലോ എപ്പോഴും വയർമാൻ ഉണ്ടാകും. കോൺട്രാക്ടറാണ് മെയിൻ ആൾ. അതായത് നമ്മളൊരു അനലോജി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു സിനിമയുടെ ഡയറക്ടർ എന്ന് പറഞ്ഞ ആളാണ് കോൺട്രാക്ടർ. ഡയറക്ടർ തുല്യമാണ് കോൺട്രാക്ടർ. അവരുടെ അണ്ടറിൽ ഈ ആക്ടേഴ്സ് എന്ന് പറഞ്ഞവരാണ് സൂപ്പർവൈസേഴ്സ്, A ഗ്രേഡ് B ഗ്രേഡ് ലൈസൻസ് ഉള്ളവർ. അപ്പോൾ അവരുടെ അണ്ടറിലുള്ള സബ് ആക്ടേഴ്സൊക്കെയാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ടെക്നീഷ്യൻസാണ് ഈ വയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയാണ്, അല്ലെങ്കിൽ ആ ഒരു ഹൈറാർക്കിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കൂടുതൽ ശരിയായ ഉത്തരം ലൈസൻസ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ എന്നായിരിക്കും. അപ്പോൾ ഓപ്ഷൻ A ആണിതിൽ അനുയോജ്യമായിട്ടുള്ളൊരു ഉത്തരം. പിന്നെ ബാക്കിയുള്ളതെല്ലാം അറിയാമല്ലോ, ഇൻസ്റ്റലേഷൻ ഓണറായിരിക്കില്ല ഒരിക്കലും, അവർക്കൊന്നും ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല. KCBയുടെ ആൾക്കാർ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. ഇതിൽ ഒന്നും അവരുടെ കയ്യിൽ എല്ലാവർക്കും ലൈസൻസ് ഉണ്ടാവണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ ലൈസൻസ്ഡ് ആയിട്ടുള്ള കോൺട്രാക്ടറാണ് വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദിച്ചേക്കുന്നത്, അക്കോർഡിംഗ് ടു വിച്ച് CEA റെഗുലേഷൻ ഈസ് സ്റ്റേറ്റിംഗ് അബൌട്ട് ദ ഇൻസ്റ്റലേഷൻ ഓഫ് എക്സ്റേ ആൻഡ് ഹൈ ഫ്രീക്വൻസി ഇൻസ്റ്റലേഷൻ. അപ്പോൾ ഇതിൻ്റെ റെഗുലേഷൻ 29 പ്രകാരം ഉള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഈ അടുത്ത റെഗുലേഷൻ എക്സ്റേ പറ്റിയുള്ളതാണ്. അത് ഏത് റെഗുലേഷനിലാണെന്ന് നമുക്ക് നോക്കാം. റെഗുലേഷൻ 41 ഈ എക്സ്റേ സംബന്ധമായിട്ടുള്ള ഹൈ ഫ്രീക്വൻസി ഇൻസ്റ്റലേഷൻ സംബന്ധമായിട്ടുള്ള കവർ ചെയ്യുന്നത്. അപ്പോൾ ഹൈ ഫ്രീക്വൻസി ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ വരെ, ഇൻഡസ്ട്രിയൽ, അങ്ങനെ പല കാര്യങ്ങളിലൊക്കെ വരുന്ന ഇത് കവർ ചെയ്യപ്പെടുന്ന റെഗുലേഷൻ 41 അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന മെയിൻ കീ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റേഡിയേഷൻ പുറത്തേക്ക് ആർക്കും പോകാതെ പബ്ലിക്കിലൊന്നും കിട്ടാണ്ടിരിക്കണം. പിന്നെ ഈ ഹൈ ഫ്രീക്വൻസി ഇക്വിപ്മെൻറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ റേഡിയോ ഫ്രീക്വൻസി ആയിട്ടൊക്കെ അത് അതിനെ കട്ട് ഓഫ് ചെയ്യാനും, അല്ലെങ്കിൽ അതുമായിട്ട് മിങ്കിൾ ചെയ്തിട്ട് നമ്മുടെ സിഗ്നലിന് ആവശ്യമുള്ള സിഗ്നൽസ് ഡിസ്റ്റർബ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് ആ റെഗുലേഷൻ, അതാണ് ശ്രദ്ധിക്കുന്നത്. പിന്നെ അതിൽ സേഫ്റ്റി പ്രിക്കോഷനിൽ വാർണിംഗ് ലേബലൊക്കെ കൊടുക്കണ കേസ് പറയുന്നുണ്ട്. പിന്നെ ഇൻ്റർലോക്ക് അല്ലെങ്കിൽ സേഫ്റ്റി ഡിവൈസസുകൾ ആക്സിഡൻറ്റ് വരാണ്ടിരിക്കാനുള്ള ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഉപയോഗിക്കുന്ന ആളെ കൃത്യമായിട്ട് ഓപ്പറേഷൻ പ്രൊസീജിയേഴ്സ് പഠിപ്പിച്ച് വെക്കണം. എമർജൻസിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പഠിപ്പിച്ച് വെക്കണം. പിന്നെ
മിനിമം ഗ്യാപ്പുകൾ ഈ എക്സ്റേയും ഹൈ ഫ്രീക്വൻസി എക്യുപ്മെൻ്റ് തമ്മിലൊക്കെ ഗ്യാപ്പുകൾ വയ്ക്കണം. പിന്നെ കൃത്യമായിട്ട് ഗ്രൗണ്ടിങ്, ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എർത്തിങ്ങിൻ്റെ പാർട്ടാണ്. ഷീൽഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്റേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എസ്കേപ്പായിട്ട് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കരുത്, റേഡിയേഷൻ ലീക്ക് ആവരുത്, ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഷീൽഡ് ചെയ്യുന്ന ഈ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി ഇൻ്റർഫറൻസ്, നമ്മുടെ വേറെ ഫ്രീക്വൻസി ആയിട്ടൊക്കെ അത് ബന്ധപ്പെട്ട് അതിനെ എൻ്റെ ഇതിൽ പാതകൾ വ്യതിചരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെയാണ് പറയുന്നത്. ഇലക്ട്രിക്കൽ ഷോക്ക് വരാണ്ടിരിക്കാൻ തന്നെ എർത്ത് ചെയ്യണം, ഗ്രൗണ്ട് ചെയ്യണം. പിന്നെ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്, നമ്മുടെ ഗ്ലൗ ആണോ ഹെൽമെറ്റ് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. പിന്നെ കൃത്യമായിട്ടൊരു സേഫ്റ്റി പ്രൊസീജിയർ ഇതിന് രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഇൻസ്പെക്ഷനും മെയിൻ്റെനൻസൊക്കെ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പം നമ്മുടെ ഓപ്ഷൻ സി ആണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഉത്തരം. ഇനി അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഡിസ്ക്രൈബ് ദ കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ ഇലക്ട്രിക്കൽ വയറിംഗ് ഇൻസ്റ്റലേഷൻ. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡുകൾ പല സ്റ്റാൻഡേർഡ്സ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 3-4 സാധനമാണ് തന്നേക്കുന്നത്. ഇതിൽ IS 732 820 എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ IS 732 ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ അതാണ് കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ ഇലക്ട്രിക്കൽ വയറിംഗ് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് കുറച്ച് മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ഡയറക്ഷനാണ് തരുന്നത്. വയറിങ് എങ്ങനെ ചെയ്യണം, പിന്നെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം, കാര്യങ്ങൾ, സേഫ്റ്റി എന്തൊക്കെ റിക്വയർമെൻറ്റ്, ലാസ്റ്റ് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. IS 725 എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് സേഫ്റ്റിയാണ്, ഈ ഇലക്ട്രിക്കൽ ഷോക്കിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അങ്ങനെ കാര്യങ്ങളും. പിന്നെ IS 3043 എന്ന് പറഞ്ഞാൽ എർത്തിങ് സംബന്ധിച്ചിട്ടുള്ള സാധനങ്ങളും. പിന്നെ 820 എന്ന് പറഞ്ഞാൽ ഹസാർഡസ് ഏരിയ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ സ്പാർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സാധനം കത്തി പണിയാവില്ലേ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നോക്കുന്നത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്, IS 732. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ IS 732 എന്താണെന്ന് കാണിക്കാം വെറുതെ. നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്ന സാധനമാണ്. 1082 പേജ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും സാധനം കേട്ടോ. കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ ഇലക്ട്രിക്കൽ വയറിംഗ് ഇൻസ്റ്റലേഷൻസ് IS 732 1989 എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കണ്ടൻറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൻ്റെ അകത്ത് ആദ്യം തന്നെ എന്തൊക്കെ വേർഡിങ്സ്, അതിൽ എന്തൊക്കെയാണ് ഓരോന്നിൻ്റെ പേര് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു ഇൻസ്റ്റലേഷൻ്റെ ടൈപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ലാസ്റ്റ് ഇതിലൊക്കെ ഇൻസ്പെക്ഷൻ ടെസ്റ്റിംഗ് ഒക്കെ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ 1082 പേജ് ഉണ്ട്. ഇത് ഇങ്ങനെ കിടക്കുകയാണ് സാധനം. അപ്പോൾ ഇതിൻ്റെ ഒരു വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരും. ഇത് ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. എന്തൊക്കെ ഇത് ടെർമിനോളജി എന്ന് ഉദ്ദേശിച്ച് ഇങ്ങനെ കുറേ സാധനങ്ങൾ, ആക്സസറി എന്ന് വെച്ചാൽ എന്താണ്, ആംബിയൻ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇത് വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മളൊരു ഇതിലെ വേർഡിങ്സ് മൊത്തത്തിലൊരു പാരഗ്രാഫൊക്കെ എഴുതിയേക്കുന്നത്. അപ്പോൾ അതെന്താണെന്നൊക്കെയുള്ള ഓരോ വാക്കുകളുടെയും കൃത്യമായിട്ടുള്ള മീനിങ് ഒക്കെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. അതേപോലെ ഇത് വേറെ PDF ആണ്, IS 3043 1987 ആണ്. ഇത് കോഡ് ഓഫ് പ്രാക്ടീസ് ഫോർ എർത്തിങ് ആണ്. ഇതൊക്കെ ഈ 732 3043 കുറച്ച് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്, മെയിൻ സാധനങ്ങളാണല്ലോ. നമ്മൾ എർത്ത് ചെയ്യണം, വയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മെയിൻ സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും സമ്മറൈസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇൻസ്പെക്ടറേറ്റ് ഡയറിയിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. ഇൻസ്പെക്ടറേറ്റ് ഡയറിയിലെ പാർട്ട് എല്ലാം വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യട്ടെ. കാരണം ഇത് ഒരു 10-100 പേജുകളുണ്ട്. എല്ലാം വായിക്കൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇതൊക്കെ ഈ വർക്കിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാർ എന്തായാലും ഇതൊക്കെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. നമ്മൾ പലതും ഈ മനസ്സിലാക്കാണ്ട് ചെയ്യുന്നതിൻ്റെ പല ബുദ്ധിമുട്ടുകളും പല സ്ഥലങ്ങളിലും സംഭവിക്കാറുണ്ട്. സോ അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം, IS 732. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കിയേക്കാം. An electric current which flows to earth or to extraneous conductive parts in a circuit is called. അതായത് ഒരു സർക്യൂട്ടിൽ എർത്തിലേക്കോ ഒരു ഉപകരണത്തിൻ്റെ ബാഹ്യമായ ഭാഗത്തിൽ കൂടിയോ പ്രവഹിക്കുന്ന കറണ്ടിനെ എന്തെന്ന് വിളിക്കുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ്. ഇതിന് എർത്ത് ലീക്കേജ് എന്നാണ് പറയുന്നത്. അറിയാത്തവർ മനസ്സിലാക്കി വയ്ക്കുക.
അതായത് നമ്മുടെ ഒരു ഉപകരണത്തിൻ്റെ അതിൽ കൂടി കറണ്ട് ഒഴുകാൻ വേണ്ടി പറഞ്ഞിട്ടല്ലാത്ത ഏതെങ്കിലും സ്ഥലം അതിൻ്റെ ബോഡിയിൽ കൂടിയോ അല്ലെങ്കിൽ നേരെ എർത്തിലേക്ക് ഡയറക്റ്റോ കറണ്ട് പോണതിനാണ് എർത്ത് ലീക്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പല കാര്യങ്ങളും വരാം. ഇൻസുലേഷൻ ഫെയിലിയർ കൊണ്ടോ വയറിങ് തെറ്റായത് കൊണ്ടോ അല്ലെങ്കിൽ ആ എക്യുപ്മെൻറ്റ് അടിച്ചു പോകുമ്പോഴോ അതൊക്കെ സംഭവിക്കാം. പിന്നെ ഈ റേറ്റഡ് കറണ്ട് എന്നൊക്കെ പറഞ്ഞാൽ എന്താ അതിന് വേറെ ഓപ്ഷൻ്റെ കാര്യം പറഞ്ഞത്. റേറ്റഡ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ മാക്സിമം എത്ര കറണ്ട് സേഫായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ന്യൂട്രൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ കണ്ടക്ടർ കൂടി സാധാരണ ഗതിയിൽ സീറോ കറണ്ടാണ്. വേറെ ഏതെങ്കിലും ഫോൾട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ ഇംബാലൻസ് ഒക്കെ വരുമ്പോൾ അതിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ അതിനെ ന്യൂട്രൽ കറണ്ട് എന്ന് വിളിക്കുന്നു. എഡി കറണ്ട് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ബന്ധപ്പെട്ടുള്ള കുറച്ച് ലോസ് വരാൻ കാരണമാകുന്ന ഒരു കറണ്ടിനെയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ഉത്തരം.